പ്രിയപ്പെട്ടവരെ, ലോകം അംഗീകരിച്ച ഇസ്ലാമിക പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള അഭിമാനകരമായിട്ടുള്ള പേരും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദ് എന്നുള്ള കാര്യവും എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അനുയായികളും അദ്ദേഹത്തിന് ആയിരക്കണക്കിന് സ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ള കാര്യവും അതിലൂടെയൊക്കെ ഇസ്ലാമിക പ്രബോധനം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അത്തരത്തിൽ ഒരു മാതൃകാ പ്രവർത്തനങ്ങളുമായി ഇസ്ലാമിക പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇസ്ലാമിക പണ്ഡിതനോട് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് എന്താണ് ഇത്ര വലിയ ദേഷ്യമെന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ബഹുമാന്യനും ആദരണീയനുമായിട്ടുള്ള പാണക്കാട് PMS പൂക്കോയ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ പാണക്കാട് കുടുംബവുമായിട്ട് ഒരു ബന്ധം, നല്ല സ്നേഹബന്ധമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു കാന്തപുരം ഉസ്താദ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം സമസ്തയിൽ നിന്ന് പോകുന്നതും വേറെ ഒരു പ്രസ്ഥാനവുമൊക്കെ ഉണ്ടാക്കി പോകുന്നതും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ടും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായിട്ട് അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളുടെ ആ ഒരു ബന്ധമുള്ളതാണ്. ആ ഒരു സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനും പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട അനിയനുമായിട്ടുള്ള പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹത്തിലേക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കാന്തപുരം ഉസ്താദിനെ ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് രോഗത്തിൻ്റെ വളരെയധികം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന രോഗത്തിൻ്റെ പ്രത്യേക ഒരു അവസ്ഥയിലായിട്ട് പോലും പാണക്കാട് നിന്നുള്ള ഒരു തങ്ങൾ പാണക്കാട്ടെ കുട്ടിയുടെ ഒരു വിവാഹത്തിന് എന്നെ ക്ഷണിച്ചപ്പോൾ അതിൽ പങ്കെടുക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ആ ഒരു മഹാനായ ഒരു പണ്ഡിതൻ ആ ഒരു കോഴിക്കോടുള്ള സരോവരം പാർക്കിനടുത്തുള്ള ഓഡിറ്റോറിയത്തിലേക്ക് വീൽ ചെയറിലാണ് ആ ഒരു സാധുവായിട്ടുള്ള ലോകം അംഗീകരിക്കുന്ന ഇസ്ലാമിക പണ്ഡിതൻ എത്തിയത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ബഹുമാന്യനും ആദരണീയമായിട്ടുള്ള കാന്തപുരം ഉസ്താദ് അത്രയും ത്യാഗം സഹിച്ചുകൊണ്ടാണ് പാണക്കാട് PMS പൂക്കോയ തങ്ങളുടെ പേരക്കുട്ടിയുടെ വിവാഹത്തിന് എത്തിയത്. ആ വിവാഹത്തിന് കാന്തപുരം ഉസ്താദ് എത്തിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഈ ചാനലിലൂടെ എല്ലാവരെയും അറിയിച്ചപ്പോൾ ആ വീഡിയോക്ക് താഴെ വന്നുകൊണ്ട് കാന്തപുരം ഉസ്താദിനെ ഇത്രമാത്രം ഇകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തെ വളരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ട് എത്രയോ ആളുകളാണ് അതിൻ്റെ താഴെ വന്നുകൊണ്ട് കമൻ്റ് ഇട്ട്. അതൊക്കെ മുസ്ലിം പേരുകളുള്ള പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരായിട്ടുള്ള ആളുകളാണ് അതിൻ്റെ താഴെ വന്നുകൊണ്ട് ഈ മഹാനായ ഒരു പണ്ഡിതനെ ഇകഴ്ത്തുന്ന രൂപത്തിൽ, അദ്ദേഹത്തെ പുച്ഛിക്കുന്ന രൂപത്തിൽ, ഇത്രമാത്രം തരംതാന്ന രൂപത്തിൽ അദ്ദേഹത്തിനെതിരെയുള്ള കമൻറ്റുകൾ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്ത് ഒരു ദുഷ്ടത്തരമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ചെയ്യുന്നത് എന്നുള്ളൊരു സാമാന്യ ബുദ്ധി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്കില്ലേ? ഈ ഒരു മഹാനായ ഈ ഒരു പണ്ഡിതനെ ഇത്രമാത്രം ചീത്ത വിളിക്കാനും തെറ്റായ പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഈ ഓരോരുത്തരോടും മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകനോടും കാന്തപുരം ഉസ്താദ് ചെയ്തത് എന്ന് ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം എല്ലാ കാലത്തും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ അനുയായികളും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു മഹാനായ ഒരു നേതാവാണ് അദ്ദേഹം. ഒരു ഇസ്ലാമിക പണ്ഡിതനാണ്, അതിലുപരി അദ്ദേഹം ഒരു നേതാവാണ്. ആ നേതാവ് അദ്ദേഹത്തിൻ്റെ അനുയായികളും ഇസ്ലാമിക പ്രബോധനങ്ങൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഭംഗിയായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് അദ്ദേഹത്തെ നിരന്തരമായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തീർച്ചയായിട്ടും പിന്മാറണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ നീചമായ പ്രവർത്തനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മാതൃകയാക്കേണ്ടത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്. അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെയാണ്.
പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന് സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന കാലത്താണ് കാന്തപുരം ഉസ്താദും അദ്ദേഹത്തോടൊപ്പമുള്ളവരും അവിടെ സമസ്തയിൽ നിന്ന് പിരിഞ്ഞുകൊണ്ട് വേറെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. അന്ന് അതിനെ എതിർത്തുകൊണ്ട് സമസ്തക്ക് അനുകൂലമായുള്ള ഒരു തീരുമാനമാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു കാലത്തും കാന്തപുരം ഉസ്താദും അതുപോലെ തന്നെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അവർ മരണം വരെ വളരെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളും കാന്തപുരം ഉസ്താദിനോട് എല്ലാ കാലത്തും സ്നേഹത്തോടും സാഹോദര്യത്തോടും അദ്ദേഹത്തെ കാണാനും അദ്ദേഹം എവിടെയാണുള്ളത് അവിടെയെല്ലാം ഓടിയെത്തിയുന്ന ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. അത്തരത്തിൽ പാണക്കാട് ഫാമിലിയുമായി യാതൊരു പ്രശ്നവുമില്ലാത്ത, പാണക്കാട് ഫാമിലിയുമായി എന്നും സ്നേഹത്തോടു കൂടി പോകുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹത്തിനെത്തിയ കാന്തപുരം ഉസ്താദിനെ ഇങ്ങനെ ഇത്രമാത്രം ചീത്ത പറയാനും കാന്തപുരം ഉസ്താദിനെ ഇങ്ങനെ ഇകഴ്ത്താനും മുസ്ലിം ലീഗുകാർ മുന്നോട്ട് വരുന്നത് വളരെ പരിതാപകരമാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗുകാർ വിട്ടുനിൽക്കണമെന്നാണ് എനിക്ക് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ലോകം അംഗീകരിച്ച ഒരു ഇസ്ലാമിക പണ്ഡിതനെ അംഗീകരിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങനെ ഇകഴ്ത്തുന്നതിൽ നിന്ന് മുസ്ലിം ലീഗുകാർ പിന്തിരിയണമെന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്.